എടീ, ഞാൻ പറയണ നീ ഒന്ന് കേൾക്ക് സമാധാനത്തിൽ. നീ ഇത്രയ്ക്ക് തുള്ളേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നീ എന്താ അവൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാത്തത്? എടീ, ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ അവൻ നമുക്ക് വേണ്ടി ജീവിച്ചവനല്ലേ. എന്നെങ്കിലും ഒരിക്കൽ അവൻ അവൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? അവൻ ആഗ്രഹിച്ചതുപോലെ എന്തെങ്കിലും അവൻ ചെയ്തിട്ടുണ്ടോ? അവൻ്റെ ജീവിതം നമുക്ക് വേണ്ടിയല്ല അവൻ ജീവിച്ചത്. 10ാം വയസ്സിൽ ചുമലിലേറ്റിയതല്ലേടി അവൻ ഈ കുടുംബഭാരം. എൻ്റെയും നിൻ്റെയും അസുഖം, പെങ്ങന്മാരെ കെട്ടിക്കൽ, ആ പാവം എവിടെയാടി ഒന്ന് ജീവിച്ചത്? പഠിക്കാൻ മോഹിച്ച് അതും നടന്നില്ല ആ പാവത്തിന്. ഇത്രയൊക്കെയായിട്ട് അവൻ ആദ്യമായിട്ടൊരു പെണ്ണിൻ്റെ കാര്യം അവൻ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു എന്ന് വന്ന് പറയുമ്പോൾ നീ ഇങ്ങനെയാടി പറയുക? നിനക്കെന്താ അത്രയ്ക്ക് ബോധമില്ലേ? അത് പിന്നെ പെട്ടെന്ന് അവന് 2ാം കെട്ടുകാരി എന്നൊക്കെ പറഞ്ഞപ്പോൾ എടി എന്താ കാര്യമൊന്നും നമുക്കറിയില്ലല്ലോ. അവൻ അവളെ ഇഷ്ടപ്പെട്ട് കാണും. ഇഷ്ടപ്പെട്ടപ്പോൾ ചോദിച്ചപ്പോൾ മനസ്സിലായി കാണും 2ാം കെട്ടാണെന്ന്. ഒരാളോട് ഇഷ്ടം തോന്നുന്നത് പ്രായം നോക്കിയോ അല്ലെങ്കിൽ അവളെക്കുറിച്ച് എല്ലാം അറിഞ്ഞിട്ടാണോ? അവൻ ആദ്യമായിട്ടൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടല്ലേടി. നീ എന്താ അത് ചിന്തിക്കാത്തത്? നിങ്ങളിപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്? അവളെ കൊണ്ട് കെട്ടിക്കുന്ന കാര്യമാണോ? ഇത്രയും വർഷത്തിനിടയിൽ അവൻ എപ്പോഴെങ്കിലും ഒരു പെണ്ണിൻ്റെ കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അല്ല, എനിക്ക് മനസ്സിലാവുക, നിങ്ങൾ വെറുതെ പറഞ്ഞു പോവല്ലേ. എന്തൊക്കെ പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റത്തില്ല. എടി, ഞാൻ പറയണത് മുഴുവനായിട്ടൊന്ന് കേൾക്ക്. ആദ്യം നീ അവൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ 2ാം കെട്ടുകാരിയാണെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ട പെണ്ണല്ലേ. ഞാൻ പറഞ്ഞു നിന്നോട്, ഞാൻ പറയാനുള്ളത് നീ ഒന്ന് മുഴുവനെ കേൾക്ക്. അവനൊരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. അവൻ ആദ്യമായിട്ടാണ് അവനൊരു പെണ്ണിനെ ഇഷ്ടമായി എന്നൊരു കാര്യം നിന്നോട് പറയുന്നത്. ആ പെണ്ണിനെ വിവാഹം കഴിക്കാനും അവൻ റെഡിയാണെന്നും നിന്നോട് പറയുന്നത്. അവൾ 2ാം കെട്ടുകാരിയോ എന്തോ ആയിക്കോട്ടെ, അവൻ ഇഷ്ടപ്പെട്ടതല്ലേ. നമുക്കവൻ്റെ വിവാഹമാണ് വേണ്ടത്. അവൻ ഇഷ്ടപ്പെടാത്ത ഒരു പെണ്ണിനെ അവളിപ്പോൾ വയസ്സ് നോക്കി നമുക്ക് കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പറ്റുമോ? എന്നാലും ഒരു 2ാം കെട്ടുകാരി അവൻ്റെ ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ എനിക്കത് ചിന്തിക്കാൻ പോലും വയ്യ. എടി, നീ ഇങ്ങനെ കരയാൻ മാത്രമേ എന്താ ഉള്ളേ? ആ പെണ്ണിൻ്റെ എന്തെങ്കിലും ഒരു അവസ്ഥ കൊണ്ട് ആദ്യ വിവാഹം വേണ്ടെന്ന് വെച്ച് കാണും. അപ്പോൾ അവൾ 2ാം കെട്ടുകാരിയായി പേരിന് പറയുമ്പോൾ. അല്ലാതെ നീ പറയുന്ന കേട്ടാ അതെന്തോ വലിയൊരു പാപാണെന്ന് പോലെയുണ്ട്. 2ാം കെട്ടുകാരി മാത്രമാണോ? അവൻ എന്താ പറഞ്ഞേ? 40 വയസ്സ് പ്രായമുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ആണുങ്ങൾ പ്രായം കുറഞ്ഞ പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് വല്ല നിയമമുണ്ടോ? എന്തുകൊണ്ടാണ് പുരുഷനേക്കാളും പ്രായമുള്ള പെണ്ണിനെ കെട്ടിക്കൂടാന്ന് വല്ലതുണ്ടോ? എടി, പ്രായമൊക്കെ ഇപ്പോൾ എന്താ ഇപ്പം നോക്കാനുള്ളത്? നിങ്ങൾ എന്തായാലും അവൻ പറഞ്ഞതിലേക്ക് എന്നെ ഒപ്പിക്കാനല്ലേ നോക്കുന്നത്. എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ മരുമകൾ ഒരു 2ാം കെട്ടുകാരിയാണെന്നും അവൾക്ക് എൻ്റെ മോനേക്കാൾ 40 വയസ്സ് പ്രായമുണ്ടെന്നൊക്കെ പറയാം. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ അങ്ങനെ പറയാൻ വേണ്ടിയിട്ട്? മകൻ വിവാഹം കഴിക്കുന്നു, അവൾ 2ാം കെട്ടുകാരിയാണെന്നും അവൾക്ക് 40 വയസ്സ് പ്രായമുണ്ടെന്ന് നീ എന്താ നെറ്റിയിലൊട്ടിച്ച് വെക്കുന്നുണ്ടോ? എന്തിനാ നീ ഇത് പാടി നടക്കുന്നേ? അവൻ പറഞ്ഞ കേട്ടില്ലേ, 40 വയസ്സ് പ്രായമുണ്ടെങ്കിലും അവളെ കാണാൻ 20 വയസ്സേ തോന്നുള്ളൂ എന്ന്. പിന്നെ ആരറിയാനാ? നീ പറഞ്ഞാലല്ലേ ആരെങ്കിലും അറിയുള്ളൂ ഇതൊക്കെ. അവനോ ഒരു കാര്യം കൂടി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവൾ കോടീശ്വരിയാണെന്ന്. അങ്ങനെയുള്ള പെണ്ണിനെ കുറിച്ച് ഏകദേശം എല്ലാവർക്കും അറിയത്തില്ലേ? കോടീശ്വരിയായ അവൾ നിൻ്റെ മരുമകളാവുന്ന കാര്യം ചിന്തിച്ചു നോക്കിയേ. അവൻ എന്താ പറഞ്ഞേ? കോടീശ്വരായിട്ടും അവൾക്ക് അവൻ ഓക്കെ ആയെന്നല്ലേ. അത് നീ എന്താ പെണ്ണിൻ്റെ മനസ്സ് കാണാത്തത്? ഒരു കോടീശ്വരായ പെണ്ണ് നിൻ്റെ മകനെ ഇഷ്ടപ്പെടണമെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ.
എനിക്കെന്തായാലും ഇതത്ര പെട്ടെന്നൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. നീ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും അവൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കും. എനിക്ക് അത്രേ നിന്നോട് പറയാനുള്ളൂ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് അത്രേ പറയാനുള്ളൂ. എനിക്ക് എൻ്റെ മകൻ്റെ വിവാഹം കാണണം. അതെൻ്റെ മരണത്തിന് മുമ്പാവണം. അത് അവൻ ഇഷ്ടപ്പെട്ട പെണ്ണായ സന്തോഷം. നമ്മൾ അവൻ്റെ തലയിൽ കെട്ടിവെക്കുകയെന്നല്ലല്ലോ ചെയ്യുന്നത്. അവനായിട്ട് ഇഷ്ടപ്പെട്ടു, അവനായിട്ട് തീരുമാനിച്ചു. നമുക്കത് നടന്നാൽ മതി. അതാണ് നമ്മുടെ സന്തോഷം. അല്ലാതെ അവളുടെ രണ്ടാം കെട്ടോ അവളുടെ കുറവൊന്നും ഞാൻ നോക്കുന്നില്ല. മരിക്കുന്നതിന് മുമ്പ് അവൻ്റെ വിവാഹം ഒന്ന് കണ്ടാൽ മതി. എനിക്ക് അത്രേ എനിക്കുള്ളൂ. അമ്മയുടെയും അച്ഛൻ്റെയും സംഭാഷണം ഇതുപോലെ നീളുമ്പോൾ അപ്പുറത്ത് ജയ് തൻ്റെ മുറിയിൽ താൻ ഇനി എന്ത് ചെയ്യും എന്ന ആലോചനയിലായിരുന്നു. താൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ അത്ര ഈസിയല്ല എന്ന് ജയ്ക്ക് തോന്നി. തൻ്റെ വീട്ടുകാർ ഇത്രത്തോളം എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് ജയ് കരുതിയില്ല. മീനുവിൻ്റെ വീട്ടിൽ ഇത്ര ഈസിയായി സമ്മതിച്ചപ്പോൾ തൻ്റെ വീട്ടിലും അതിനേക്കാളും ഈസിയാവും എന്നാണ് ജയ് കരുതിയത്. പക്ഷെ അതങ്ങനെയല്ല എന്ന് ജയ്ക്ക് മനസ്സിലായി. എങ്ങനെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കും എന്ന ചിന്തയിലാണ് പിന്നീട് ജയ്. അപ്പോഴാണ് ജയുടെ ഫോൺ ബെല്ലടിച്ചത്. അത് മീനുവായിരുന്നു. ഫോണെടുത്ത ഉടൻ മീനു ആകാംക്ഷയോടെ ചോദിച്ചു, ജയ് എന്തായി? നീ വീട്ടിൽ പറഞ്ഞോടാ? പറഞ്ഞു. ജയ് പറഞ്ഞു. എന്നിട്ട് വീട്ടുകാരെന്ത് പറഞ്ഞു? ഞാൻ വിചാരിച്ച പോലല്ല കാര്യങ്ങൾ. ജയുടെ മറുപടി മീനു പ്രതീക്ഷിച്ചതായിരുന്നു. അതെനിക്കറിയാമായിരുന്നു. അത്ര സിമ്പിളായിട്ട് വീട്ടുകാരെ സമ്മതിക്കില്ല എന്ന്. പക്ഷേ ഞാൻ അങ്ങനെ അല്ലടാ കരുതിയത്. വീട്ടുകാർ ഈസി സമ്മതിക്കുമെന്നാണ്. എനിക്ക് ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് അമ്മയിൽ നിന്നുണ്ടായത്. എടാ, അതങ്ങനെയല്ലേ, അവർക്ക് കാണില്ലേ അവരുടെ മകൻ്റെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ. അതിന് വിപരീതമായിട്ടൊരു പെണ്ണ് വരുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അവരെ കൊണ്ട് പറ്റണമെന്നില്ലടാ. അതിന് നമുക്കവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നിൻ്റെ ആദ്യ വിവാഹമാണല്ലോടാ ഇത്. എൻ്റേത് രണ്ടാം വിവാഹം. അതുമാത്രമല്ല, എനിക്ക് നിന്നേക്കാളും പ്രായമുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയൊരു പെണ്ണിനെ മരുമകളാക്കി കാണുക എന്ന് പറയുന്നത് അതവൾക്ക് അത്ര ഈസിയായൊരു കാര്യമല്ലടാ. മമ്മയും ഇത് തന്നെയാണ് പറഞ്ഞത്. മമ്മയ്ക്കൊരിക്കലും അങ്ങനെയൊരു പെണ്ണിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്ന്. ഇനിയിപ്പം എന്താ ചെയ്യുക? ഏയ്, ഒന്നും ചെയ്യണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ട്. സമ്മതിക്കും അവർ. സമ്മതിക്കാതിരിക്കാൻ വേറെ വഴി അവരുടെ മുന്നിലില്ല. അമ്മയെ പറഞ്ഞ് എന്നെ കൊണ്ടെങ്കിൽ സമ്മതിപ്പിക്കാൻ പറ്റും. പപ്പ അത്ര വലിയ എതിർപ്പൊന്നും പ്രകടിപ്പിച്ചില്ല. അമ്മയാ കുറച്ചുകൂടി എതിർപ്പ് പ്രകടിപ്പിച്ചത്. എന്തായാലും പപ്പ പറഞ്ഞ് സമ്മതിപ്പിക്കുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. എടാ, എന്നെക്കൊണ്ട് സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മീനു ഒരു പ്രതീക്ഷ എന്ന പോലെ ജയ്യോട് ചോദിച്ചു. സമ്മതിക്കടോ, ടെൻഷനാവണ്ട. നമ്മുടെ വിവാഹം നടക്കും. എൻ്റെ പാരൻസ് അതിനെ അനുവദിക്കും. ഓക്കെ? ഞാൻ തന്ന വാക്ക് ഞാൻ പാലിക്കും. പോരെ? നീ തന്ന ഒരു വാക്കിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തന്നെ. എൻ്റെ അവസാനത്തെ പ്രതീക്ഷയാണ് നീ. എനിക്കതറിയാം. ഞാൻ മാറ്റില്ല. നമുക്ക് വിവാഹം കഴിക്കാം. ഞാൻ ഫോൺ വയ്ക്കട്ടെ? വെച്ചോ. അമ്മയെ ഒരുപാട് ഫോഴ്സ് ചെയ്യണ്ട കേട്ടോ. അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യത്തെ വേണോ? ഇല്ല, എനിക്കറിയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. ഞാൻ വളരെ സിമ്പിളാണെന്നാണ് കരുതിയത്. അതങ്ങനെയല്ല എന്ന് എനിക്ക് മനസ്സിലായി. കുഴപ്പമില്ല, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. ടെൻഷനാവണ്ട. താൻ ധൈര്യമായിട്ട് ഫോൺ വെച്ചോ. ഓക്കെ?
ശരി, ഓക്കേടാ. ധൈര്യമായിട്ട് സന്തോഷമായിട്ട് കിടന്നുറങ്ങും. നമ്മുടെ വിവാഹം നടക്കും. ഓക്കെ. ഓക്കേടാ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.